പിന്നെ ഇന്നത്തെ പ്രാതൽ പുട്ടാണ്. പുട്ടിനോടൊപ്പം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല രുചിയുള്ള ഗ്രീൻ പീസ് മസാലയാണ്. പുട്ടുകൾ പലതരമുണ്ട്. അരിപ്പൊടി, റവ, ഗോതമ്പ്, അതുപോലെ ഇറച്ചിപ്പുട്ട്, ചെമ്പ പുട്ട്, റാഗിപ്പുട്ട്, ഒരുപാട് തരം പുട്ടുകളുണ്ട്. ഇന്ന് നമ്മൾ അരിപ്പൊടിയും തേങ്ങയും ചേർത്താണ് പുട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു ഗ്രീൻ പീസ് മസാല ഉണ്ടാക്കുന്നത് നോക്കാം. ഇന്നലെ രാത്രി കിടക്കുന്നതിന് മുൻപ് വെള്ളത്തിലിട്ട് വെച്ച ഗ്രീൻ പീസ് ആണ്. രാവിലെ നന്നായിട്ട് കഴുകി ഗ്രീൻ പീസും ഒരു ചെറിയ സവാളയും 4-5 വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ഉപ്പും മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടി കൂടി ചേർത്തിട്ട് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. കുറച്ചധികം വെള്ളം വേണം കേട്ടോ. ഗ്രീൻ പീസിന്റെ ഇരട്ടി വെള്ളമാണ് വേണ്ടത്. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സവാള കട്ട് ചെയ്തതും കറിവേപ്പിൻ്റെ ഇലയും ഒരു പച്ചമുളക്, നമുക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളകും മുളകും പൊടിയൊക്കെ ഉപയോഗിക്കുക. ഒരു പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പച്ചമുളകും ചേർത്തിട്ട് സവാള ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ശേഷം തക്കാളി ഇട്ട് കൊടുക്കുക, ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് നേരം അതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. തക്കാളിയൊക്കെ നന്നായി വെന്തതിന് ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും എരിവിന് ആവശ്യമുള്ള മുളക് പൊടിയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട്. വേവിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു ഗ്രീൻ പീസ് കൂട്ടുകൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇതിന്ന് കുറച്ച് ഗ്രീൻ പീസ് എടുത്തിട്ട് ഒന്ന് ഉടച്ച് ചേർക്കാം കേട്ടോ. അല്ലെങ്കിൽ മിക്സിയിൽ ഒന്ന് അരച്ച് ചേർക്കുകയും ചെയ്യാം കേട്ടോ. ഞാൻ ഇതൊന്ന് ചതച്ച് ചേർക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് അല്പം ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് മസാലകളൊന്നും ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ. ഈ ഒരു കാണുന്ന മസാല മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് ഓഫ് ചെയ്യാം. കുറച്ച് മല്ലിയില കൂടെ തൂവി കൊടുക്കാം. ദേ അടിപൊളി ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട്. ദേ പുട്ടും ഗ്രീൻ പീസും ആണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.